ഹായ് മക്കളെ, എടാ SSLC മാത്സിൽ ഏറ്റവും വെയിറ്റേജ് ഏത് ചാപ്റ്ററാണെന്നാണ് നിങ്ങൾ എഴുതുന്നത്? ഒന്ന് നിങ്ങൾ വേഗം തന്നെ ഒന്ന് കമൻറ്റ് ചെയ്തേ. ഉറപ്പായിട്ടും നിങ്ങളുടെ ധാരണകളൊക്കെ തെറ്റാണ്. അതെന്തല്ല സോളിഡ്സോ അരിത്തമെറ്റിക് സീക്വൻസോ സർക്കിൾസോ അങ്ങനെയുള്ള ഒരു ചാപ്റ്ററും അല്ല. പകരം അതെന്താണ്? അത് നിങ്ങളുടെ മാത്സ് ബേസിക്സ് ആണ്. സാറേ വെറുതെ ഒരുമാതിരി മറ്റേ വർത്തമാനം പറയരുതെന്ന് പറയുന്നുണ്ട് അല്ലേ? മാത്സ് ബേസിക്സ് എന്നുള്ളൊരു ചാപ്റ്റർ എനിക്കില്ലല്ലോ സാറേ. പിന്നെ എങ്ങനെയാണ് അതാവുമ്പോൾ ഏറ്റവും വെയിറ്റേജ്? മക്കളെ, ഞാൻ നിങ്ങൾക്ക് ഒരു ചോദ്യം കാണിച്ചു തരാം. ഇത് 2021 മോഡൽ എക്സാമിന് 5 മാർക്കിന് വന്നു. ഇങ്ങനത്തെ ഒരുപാട് ചോദ്യം പല എക്സാമിലും കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഈ ചോദ്യം വായിച്ചു നോക്ക്. ദ കോർഡിനേറ്റ്സ് ഓഫ് ദ എൻ പോയിന്റ് ഓഫ് എ ഡയമീറ്റർ ഓഫ് എ സർക്കിൾ ആർ 3, 4ഉം -3, -4 ആണ്. വാട്ട് ആർ ദ കോർഡിനേറ്റ്സ് ഓഫ് ദ സെന്റർ ഓഫ് ദ സർക്കിൾ? സംഭവം സിമ്പിൾ ആണ്. ഇതിന്റെ മിഡ് പോയിന്റ് കണ്ടാൽ മതി. അതായത് എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് 3 + -3/2ഉം മറ്റേത് 4 + -4/2 ആണ്. ഇത് ചെയ്യാൻ അറിയാത്ത കുറേ ആൾക്കാരുണ്ടാവും. ആൻസർ 0, 0. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ? റേഡിയസ് ഓഫ് ദ സർക്കിൾ എന്ന് പറഞ്ഞാലോ ഈ വ്യാസം കണ്ടിട്ട് വ്യാസത്തിന്റെ നീളം കാണാൻ ഡിസ്റ്റൻസ് ഫോർമുല ഉപയോഗിച്ച് അതിന്റെ പകുതിയാണ് റേഡിയസ്. ചെയ്യാൻ അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട്. അത് രണ്ടും റേഡിയസ് കാണുകയും സെന്ററിന്റെ കോർഡിനേറ്റ് കാണുകയും ചെയ്താൽ മാത്രമേ ഇക്വേഷൻ ഓഫ് ദ സർക്കിൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. 5 മാർക്കിന്റെ ചോദ്യം. ആദ്യത്തെ അറിയില്ലെങ്കിൽ 5 മാർക്കും പോയി. ഇങ്ങനെ 1, 2 ചോദ്യമല്ല, ഒരുപാട് ചോദ്യങ്ങൾ. അതായത് ഞാൻ പറയാൻ വെച്ചാൽ മാത്സ് ബേസിക്സ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ മിനിമം 15 മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടും. 80 കിട്ടില്ല, 65ന്റെ മുകളിൽ കിട്ടല് അത്ര എളുപ്പമായിരിക്കില്ല. ശരിയല്ലേടാ? അതായത് നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടില്ലേ, നിങ്ങൾക്ക് പലപ്പോഴും എന്താണ് ചില ചോദ്യങ്ങൾ എന്താണ് ബേസിക്സ് എനിക്ക് അറിയില്ല എന്ന് തന്നെ ഫീൽ ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ സ്റ്റെക്കാവും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം എന്നുള്ളത് എക്സ് കണ്ടുപിടിക്കാനായിരിക്കും. ചിലപ്പോൾ ഒരു ഫ്രാക്ഷൻ ഭിന്നസംഖ്യ എന്തായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നതായിരിക്കും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ട് മാർക്ക് പോയിട്ടില്ലേ? അപ്പം ആ മാർക്ക് പോകുന്നത്. അതേപോലെ തന്നെ ചില ചോദ്യങ്ങൾ തുടങ്ങാൻ പറ്റൂല, എങ്ങനെ തുടങ്ങേണ്ടത് മനസ്സിലല്ല. ഇതിൻ്റെ ഒക്കെ അൾട്ടിമേറ്റ് അല്ലെങ്കിൽ ഫണ്ടമെന്റൽ റീസൺ എന്ന് പറയുന്നത് മാത്സ് ബേസിക്സ് ഇല്ലാത്തതാ. മാത്സ് ബേസിക്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാ? എടാ, നെഗറ്റീവ് നമ്പേഴ്സ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഭിന്നസംഖ്യകൾ താഴെ മേലെ കട്ട് ചെയ്യുന്നത്, ഭിന്നസംഖ്യകൾ ആഡ് ചെയ്യുന്നൊക്കെ അറിഞ്ഞിരിക്കണം. ഡെസിമൽസ് ഇവിടെ വരുന്നുണ്ട്. നിങ്ങളുടെ ട്രയാങ്കിൾസിലൊക്കെ ഉണ്ട്. 0.64/64 എന്നുള്ളൊരു ചോദ്യമൊക്കെ പണ്ട് ചെയ്തത് ഞാൻ ഓർക്കുന്നുണ്ട്. ഇതിൻ്റെ ആൻസർ എത്ര കുട്ടിയൊക്കെ അറിയാടാ? എത്ര കുട്ടിയൊക്കെ അറിയാം? അതേപോലെ തന്നെ എക്സ് കണ്ടുപിടിക്കാൻ അറിയില്ല, പല ചോദ്യങ്ങൾക്ക് ആൻസർ ഉണ്ടാവില്ല അല്ലേ? ആൻഡ് ഏറ്റവും അവസാനം ഓൾജിബ്ര ബേസിക്, ഈ ഇക്വേഷൻ ഓഫ് ദ സർക്കിളൊക്കെ ഉണ്ടാക്കും, ആ എക്സ്പാൻഷൻ സാധനങ്ങൾ. ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ എന്തുള്ളൂ A+ ആണ്. SSLC മാത്സിൽ A+ ആണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ഉറപ്പായിട്ട് ഇത് അറിഞ്ഞിരിക്കണം മക്കൾ. അതായത് നിങ്ങൾക്ക് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, 70 മാർക്കിൻ്റെ മുകളിൽ നിങ്ങൾ ഇതുവരെ SSLC മാത്സിൽ സ്കോർ ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം ഇത് സെറ്റ് ചെയ്യുക. വേറെ ഒരു ചാപ്റ്ററും, എത്ര ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററും പഠിക്കുന്നതിന് മുമ്പ് ആദ്യം ഇത് സെറ്റ് ചെയ്യുക. മിനിമം 15 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? ഇതിന് നിങ്ങൾ ആകെ സ്പെൻഡ് ചെയ്യേണ്ടത് 2 മണിക്കൂർ മാത്രമാണ്. അതായത് ഇത് നിങ്ങൾ ഇപ്പം തീരുമാനിക്കുക. ഈ 2 മണിക്കൂർ നിങ്ങൾ സ്പെൻഡ് ചെയ്യാനോ റെഡിയാണോ? ഞാൻ പറയുന്നത് ഇത് ലൈവിൻ്റെ ഇടയിലാണ്. 5 മിനിറ്റ് കൊണ്ട് ലൈവ് തുടങ്ങുന്നുണ്ടെങ്കിൽ കൂടി നിങ്ങൾ ലൈവ് കാണണ്ട, പകരം ഇത് കണ്ട് പഠിക്കണം എന്നാണ്. അത് റെഡിയാണെങ്കിൽ നിങ്ങൾക്ക് ബെസ്റ്റ് സാധനം ഉണ്ട് നമ്മളെ കയ്യിലുണ്ട്. ഇപ്പം തന്നെ നിങ്ങളെ കമൻറ്റിൽ പിൻ ചെയ്താൽ മാത്സ് ബേസിക്സിൻ്റെ ലൈവിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും. മാത്സ് ബേസിക് ലൈവിൻ്റെ ലിങ്ക് അല്ല, ഒരു സിംഗിൾ വീഡിയോയിൽ ദ കംപ്ലീറ്റ് SSLC വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെ മാത്സ് ബേസിക്സ് വേണോ അത് മുഴുവൻ ഞാൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. അതും എങ്ങനെയാണ്, ഓരോ ടോപ്പിക്ക് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ കുറച്ച് ചോദ്യം തരും. നിങ്ങൾ പോസ് ചെയ്ത് ചെയ്യുക, എന്നിട്ട് ആൻസർ നോക്കുക. അപ്പോൾ ആ ഒരു ലൈവ് 1.5 മണിക്കൂർ എങ്ങനെ ലൈവ് ഉള്ളൂ, അരമണിക്കൂർ ആ ഒരു ലൈവല്ല, ആ ഒരു വീഡിയോ 1.5 മണിക്കൂറേ വീഡിയോ ഉള്ളൂ. ആ വീഡിയോ കണ്ടിട്ട് ഒരു അരമണിക്കൂർ നിങ്ങൾ അതിൻ്റെ കൂടെ ക്വസ്റ്റ്യൻ ചെയ്യാനും സ്പെൻഡ് ചെയ്താൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പോവും. 15 മണിക്കൂർ കിട്ടും. നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, 2 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ 15 മാർക്ക് കിട്ടുന്ന വേറെ ഏത് ചാപ്റ്ററാണ് ഉള്ളത്? അപ്പം ഏറ്റവും ആദ്യം അതാണ് നിങ്ങൾ തുടങ്ങും. മക്കളെ, നിങ്ങളെ മുന്നിൽ പടച്ചം കൊണ്ടുവന്നതാണ് ഒരാഴ്ച നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയം. നാളെയോ മറ്റന്നാളോ ആണ് മാത്സിൻ്റെ എക്സാം എങ്കിൽ മാത്സ് ബേസിക്സ് ഒന്നും പഠിക്കാനുള്ള സമയമില്ല. പക്ഷേ ഒരാഴ്ച സമയം ഉണ്ടെങ്കിൽ ഇന്ന് ഈ നിമിഷം നിങ്ങളത് പഠിച്ച് തുടങ്ങിയിട്ട് മാത്രമേ എന്തുള്ളൂ നിങ്ങൾ മുന്നോട്ട് പോരാവുള്ളൂ. മക്കളെ, ഒന്നും കൂടെ പറയാണ്, 70 മാർക്കിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ലെങ്കിൽ ആദ്യം അത് പഠിക്കുക, പിന്നെ വരിക. കാരണം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വെറുതെ ഹാർഡ് വർക്ക് ചെയ്യില്ല, എല്ലാ കാര്യം സ്മാർട്ടായിട്ട് പഠിക്കണം. മാർക്ക് എവിടെയാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു 15 മാർക്ക് പോകുന്നുണ്ട്. അത് ആദ്യം സെറ്റാക്കിയിട്ട് നമ്മുടെ ലൈവുകളിലേക്ക് വരിക. എല്ലാ ദിവസവും രാത്രി 7:30 ഇനി അങ്ങോട്ട് ലൈവ് ഉണ്ടാവും. ആ ലൈവുകളിൽ നിങ്ങൾ മാക്സിമം പങ്കെടുക്കുക. പക്ഷെ അതിനു മുമ്പ് ഇത് കണ്ടിട്ട് വരിക കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബൈ.